ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി നന്ദുവിന് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ഡയമണ്ട് നെക്ലസ് ഒക്കെ ദേ ഈ ജാനകി എടുക്കുക. അപ്പം ജാനകി പറയണോ, ഓഹോ അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നിനക്ക് അറിയാമായിരുന്നല്ലേടാ, അതുകൊണ്ടല്ലേ നീ സർപ്രൈസ് ആയിട്ട് ഇത് എടുത്തു വെച്ചത്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് അല്ലേ? ഞാൻ ചോദിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എടാ എനിക്ക് ഈ ഡയമണ്ട് നെക്ലസ് ഒത്തിരി ഒത്തിരി ഇഷ്ടമായടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, അയ്യോ മാർച്ച് 16-ാം തീയതി ആയിരുന്നോ നന്ദുവിൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. നന്ദുവിൻ്റെ ബർത്ത്ഡേ ആ സമയത്ത്, അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആ സമയത്ത്. അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ മറന്നും പോയാലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ അനിങ്ങനെ ചിന്തിക്കുകയാണ്. എടാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാനകി പറയുന്നത്, അതെ ഒരു കേക്ക് മുറിക്കുന്ന കാര്യം ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു, പക്ഷെ നിൻ്റെ അച്ഛനാണ് സമ്മതിക്കുന്നില്ല. ആദർശ് നയന ഈ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് എന്തിനാണ് കേക്കൊക്കെ മുറിക്കുന്നത് എന്നൊക്കെയാണ് നിൻ്റെ അച്ഛൻ ചോദിച്ചത്. അതെ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഏതായാലും എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പം അവരില്ലെങ്കിൽ എന്താ പ്രശ്നം, ഒരു കേക്ക് മുറിച്ചെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ശരി, എങ്കിൽ നിങ്ങൾക്ക് പിന്നെ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് കേക്ക് മുറിക്കണ്ട, പക്ഷേ പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ആ ഒരു കാര്യം നല്ല കാര്യമാണ് അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മയും അച്ഛനും കൂടി വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് നിങ്ങൾ പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യടാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റക്ക് പോയി ഫുഡ് കഴിക്കാനോ? എടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒറ്റൊരു മകനേ ഉള്ളൂ, അത് നീയാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നീയും കൂടി വരണ്ടേ? അപ്പം ഞങ്ങളുടെ ഒപ്പം നീയും വരണം. അത് പിന്നെ അമ്മേ ഞാൻ വരണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വരണം, നീ വന്നേ മതിയാവുള്ളൂ. നീ ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാടാ. ഒറ്റൊരു മകനെയും കൂട്ടിക്കൊണ്ട് പോകാതെ ഞങ്ങൾ തനിച്ചൊന്നും പോകുന്ന പ്രശ്നേ ഇല്ല. അതെ പെട്ടെന്ന് റെഡിയായിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ജാനകി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവാ. അപ്പം അനിയാണെങ്കിൽ എൻ്റെ ദൈവം ഇത് വല്ലാത്തൊരു തലവേദനയായാലും ഞാൻ ഉടനെ തന്നെ നന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചിട്ട് അവളോട് കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷേ നന്ദുവിൻ്റെ ഫോണാണ് കിട്ടുന്നുമില്ല. ആകെ ടെൻഷനായിരുന്നു അവിടെ എനിക്ക്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ആദർശ് ഈ പഞ്ചാബി വേഷമൊക്കെ കെട്ടിയിട്ട് ഡേവിഡിൻ്റെ മുന്നിലിരിക്കുക. അപ്പം ഡേവിഡ് ആണെങ്കിൽ നെക്ലസിൻ്റെ കളക്ഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അടിപൊളി, നല്ല രസമുണ്ട്, അനന്തമൂർത്തിയിലെ കളക്ഷനേക്കാളും അടിപൊളി കളക്ഷനാണല്ലോ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഡേവിഡിന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഡേവിഡ് പറയാണ്, അതേ സാറേ ഞങ്ങൾക്കിപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല ഡിസൈൻ. ഈ ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് അറിയാവോ? മാളവിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഈ ഡിസൈനുകളെല്ലാം ചെയ്യുന്നത്. മൂർത്തീസ് കമ്പനിയിൽ നയന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതിനേക്കാളും മുന്നിൽ പോയിരിക്കുകയാണ് സാർ എന്നൊക്കെ പറയുകയാണ് ഈ ഡേവിഡിന് ഈ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ആദർശിനെ ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ചിരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ ആദർശ് പറയണം, ഏതായാലും നിങ്ങളുടെ ഡിസൈനൊക്കെ ഞങ്ങളുടെ ആ ഒരു പഞ്ചാബി ഏരിയയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഈ ഡിസൈനെല്ലാം ഞങ്ങൾ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പഞ്ചാബിയുടെ ഈ ഒരു സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഡേവിഡിന് ഭയങ്കര അതിലേറെ ഇങ്ങനെ സന്തോഷം തോന്നുകയാണ്. ഏതായാലും നമുക്ക് കച്ചവടം ഉറപ്പായി എന്നൊക്കെ ചിന്തിക്കുകയാണ്. സാറേ പിന്നെ സാറിന് ഇതെല്ലാം ഡിസൈൻ ചെയ്ത പെൺകുട്ടിയെ കാണണ്ടേ, മാളവിക? ഓഫ് കോഴ്സ് കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോഴേക്കും മാളവികയെ വിളിക്കുകയാണ്. മാളവിക നേരെ ആദർശിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ആദർശിൻ്റെ ആ വേഷം ധാരണയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളവികയ്ക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. സാറേ ഇതാണ് മാളവിക, ഇതെല്ലാം ഡിസൈൻ ചെയ്ത പെൺകുട്ടിയാണ് എന്ന് പറയാണ്. ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെടുകയാണ്. മാളവികയെ ഇതാരാണെന്നറിയാവോ? നമ്മുടെ കമ്പനിയുടെ കൂടെ ഡീലെടുക്കാൻ പോകുന്ന വ്യക്തിയാണ്, അങ്ങ് പഞ്ചാബിലാണ്, പക്ഷേ കേരളത്തിലാണ് വളർന്നതൊക്കെ, അതുകൊണ്ട് മലയാളമൊക്കെ നന്നായിട്ട് തന്നെ അറിയാമെന്നൊക്കെ പറയുകയാണ്. കുട്ടിയുടെ കളക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഒരു കാര്യം കൊടുത്താൽ മതി, അപ്പം തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യും സാറേ എന്നൊക്കെ പറയാം. അങ്ങനെ ആദർശ് മാളവിക ഒന്ന് നോക്കുകയാണ്. അപ്പം മാളവികയും ആദർശിനെ നോക്കിയിട്ട് എന്നും പറഞ്ഞിട്ടൊരു മൂടലെന്ന രീതിയിൽ ഇങ്ങനെ തലയാട്ടി കാണിക്കാം. അങ്ങനെ നമ്മുടെ മാളവികയോട് പറയണം, മാളവികയെ നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ അവിടെ വേറെ ജോലികളില്ലേ, പൊയ്ക്കോളാനായിട്ടൊക്കെ പറയാം. അങ്ങനെ
മാളവിക ഈ പഞ്ചാബിയോട് പറയണം, അതേ സാറേ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഞാനിതെല്ലാം ചെയ്തതിന് എനിക്ക് നല്ല ശമ്പളം തരുന്നത്, അതുകൂടാതെ തന്നെ കുറേ ഓഫറുകളെല്ലാം ഈ സാറുമാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ജോലിക്ക് വന്നതിലും ഈ ഡിസൈനെല്ലാം തയ്യാറാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കാണുന്നത് ഞാൻ തന്നെയാണ് സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയാണ്. അപ്പോഴേക്കും ഡേവിഡ് ആണെങ്കിൽ കൂടുതൽ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയെ പറഞ്ഞു വിടുക. അപ്പോൾ സാറേ ഈ മാളവികയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. കാരണം പൊന്മുട്ടയിടുന്ന താറാവാണ് ഞങ്ങളുടെ ഈ ഒരു കമ്പനിയിലെ. നല്ല ഒരു ചെറിയൊരു ഇത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ആ ഡിസൈനൊക്കെ അടിപൊളിയാക്കി മാളവിക ഞങ്ങളുടെ കയ്യിൽ തരുമെന്നൊക്കെ പറയാ. അപ്പം ഇത് കേട്ട് നമ്മുടെ പഞ്ചാബി ആദർശാണെങ്കിൽ ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുകയാണ്, എല്ലാം നമ്മുടെ വിരുദ്ധാണല്ലോ എന്നൊക്കെ ചിന്തിച്ച്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ്. അപ്പം നന്ദു ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുകയാണല്ലോ. ബ്യൂട്ടി പാർലർ ഇരുന്നിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണം, ഇന്ന് അനിയെ കാണാനായിട്ട് പോവുകയാണ്. ഏതായാലും അവൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണം, സന്തോഷത്തോടെ ആർമാദിക്കണം എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരോട് ഇങ്ങനെ പറയണം, കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല മാഡം, എന്താ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണ് കാണലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് ചെറിയൊരു പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയാണ്. ആണോ മാഡം? എങ്കിൽ പിന്നെ കുറച്ചും കൂടി മേക്കപ്പ് ആകാം, എന്തിനാ, ഒട്ടും കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശിനെയും അതേപോലെ തന്നെ നയനയും കാണിക്കണം. അപ്പം നയനയോട് കാര്യങ്ങളെല്ലാം ആദർശ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് കേട്ട് നയനയാണെങ്കിൽ അത് കൊള്ളാലോ. ആദർശേട്ടൻ്റെ മുന്നിൽ മാളവിക വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടൻ കൊണ്ടുവന്ന മാളവികയെക്കുറിച്ച് തന്നെ ഇയാൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, പുകഴ്ത്തി പറയുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട് ആദർശേട്ടാ. ഏതായാലും നമ്മളുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആയല്ലോ, പിന്നെ അല്ലാതെ നയനെ ദേ മാളവിക ഇപ്പം നല്ല ഡിസൈൻ വരച്ചു കൊടുക്കുന്നു, അവൾക്ക് സാലറി എന്ന് പറഞ്ഞാൽ ഇരട്ടി. അതുകൂടാതെ തന്നെ ഒരു ലാഭവിഹിതമൊക്കെ കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ ഡേവിഡ് പറഞ്ഞത്. പക്ഷേ ഡേവിഡ് ഇങ്ങനെ സംസാരിക്കുമ്പോഴും അയാൾക്ക് വലിയ ഇതുള്ളതുപോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അയാൾ ബിസിനസ്സിൽ വലിയൊരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് നയനെ, അതാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. ഞാൻ ഏതായാലും മാളവിക പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഡേവിഡിന്റെ പിന്നിൽ ആരാണ് കളിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട്. ഞാനും മാളവികയോട് സംസാരിച്ചായിരുന്നു. അപ്പം മാളവിക പറഞ്ഞത് അതിനുള്ള പുറപ്പാട് തന്നെയാണ് ഞാനെന്ന്. പക്ഷേ മാളവിക കുറേ തിരക്കി നടന്നെങ്കിലും ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് മാളവിക എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നയന പറയണം. ഏതായാലും അധികം താമസിയാതെ നമ്മൾ കണ്ടെത്തും നയനെ, അതിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുകയാണ്. ഏതായാലും വിഷുവിന് നമ്മൾക്ക് കുറച്ച് തകർച്ച സംഭവിക്കുമെങ്കിലും വിഷു കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഈ മൂർത്തീസ് കമ്പനി ഓരോ പടി മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും. ഈ AM ജ്വല്ലറിയിലെ പിന്നിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് തുടങ്ങും നയനെ. പിന്നെ പിന്നിൽ നിന്നുകൊണ്ട് മൂർത്തീസ് കമ്പനിയെ ഒന്ന് തൊടാൻ പോലും AM ജ്വല്ലറിക്ക് പറ്റില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള പുറപ്പാടുകളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു നയനെ എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ, എന്ത് ചെയ്യാനാ. അപ്പോൾ നമ്മുടെ ജാനകിയും അച്ഛനും കൂടി ഇറങ്ങി വരികയാണ്. എടാ മോനെ, വാടാ മോനെ, നമുക്ക് പോകാടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് വേണോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ ജാനകിയുടെ ഭർത്താവാണെങ്കിൽ അജയനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്കും എൻ്റെ മോനൊന്നും ഇവിടെ നിന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവളുടെ ഓരോരോ നിർബന്ധങ്ങളെ. അപ്പോഴേക്കും ജലജ വരിക. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കണ, എല്ലാവരും കൂടി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി പറയാണ്, അതേ ജലജേ, ഒരു വിശേഷമുണ്ട്, നീ മറന്നല്ലോ വിശേഷം. എന്ത് വിശേഷം? അത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അത് കൊള്ളാലോ. എന്നിട്ട് കേക്കൊന്നും മുറിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അജയേട്ടനോട് കേക്കൊക്കെ മുറിക്കാനായിട്ട് പറഞ്ഞതാ. അപ്പോൾ ആദർശ് നയനെ ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഒരു സന്തോഷം ആഘോഷിക്കണ്ട, അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഞങ്ങൾ 3 പേരും കൂടി പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അതേതായാലും കൊള്ളാം ജാനകി, വളരെയേറെ സന്തോഷമായി. നിങ്ങൾ 3 പേരും കൂടി അടിച്ചു പൊളിച്ച് വാങ്ങുന്നേ.
പിന്നെ എൻ്റെ മോൻ എനിക്കൊരു സമ്മാനം തന്നേക്കുന്നത് കണ്ടോ, ഇത് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് നെക്ലസ് കാണിച്ചു കൊടുക്കുക. ആഹാ, ഇതിൽ ഡയമണ്ടൊക്കെ പതിപ്പിച്ചിട്ടുണ്ടല്ലോ ജാനകി എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ എൻ്റെ മകൻ തന്നതാ. ഹാ, ഇത് കണ്ടോ, മാല മാത്രമല്ല കമ്മലും കൂടെ ഉണ്ട് സെറ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കണം, ഓ അവളുടെ മോൻ MD ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഡയമണ്ട് നെക്ലസും കമ്മലൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ നിസ്സാരക്കാരനല്ല. ജാനകി കണ്ടോ, അനിയാണെങ്കിൽ ആദ്യം MD കസാരയിൽ ഇരിക്കണ്ടായെന്നൊക്കെ പറഞ്ഞു. പക്ഷേ MD കസാലയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവന് തോന്നി ഇത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണെന്ന്. അതുകൊണ്ടാ നിന്നെ കുറ്റപ്പെടുത്തിയ അവൻ നിനക്ക് വേണ്ടി ഈ ഡയമണ്ട് നെക്ലസും കമ്മലും ഒക്കെ മേടിച്ചു തന്നത്. വളരെയേറെ സന്തോഷം തോന്നി എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ ദേ അവർ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളേതായാലും പുറത്തേക്ക് പോയിട്ട് വരട്ടെ. ഇതെന്താണ് ജാനകി, നിനക്ക് വേറൊരു പണിയില്ലേ? പുറത്തേക്ക് പോയി, എനിക്ക് പുറത്തു പോയി കഴിക്കണമെന്ന് ഒരു താല്പര്യമില്ല ജാനകി. എൻ്റെ മോൻ ഒട്ടും സന്തോഷവാനല്ല. കാരണം അവൻ ഏറ്റവും വലുത് അവൻ്റെ ഏട്ടനും ഏട്ടത്തിയും തന്നെയാണ്. നമ്മളെക്കാളും വലുത് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കറിയാം അമ്മനോടും അച്ഛനോടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു മകനാണ് ഇവനെന്ന്. പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി ഏതായാലും കളഞ്ഞു കുളിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പുറത്തു പോയെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കണം. അപ്പോഴേക്കും അനിയാണെങ്കിൽ എങ്കിൽ പിന്നെ വാ, പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരാനുള്ളതാണ്, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ജലജയാണെങ്കിൽ മനസ്സ് ചിന്തിക്കണം, കൊള്ളാം, അവൻ MD ആയി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഈ ജലജ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ ഏട്ടത്തി, ഒരു വിശേഷം ഉണ്ട് ഏട്ടത്തി. ഇവിടെ വിശേഷമോ? എന്ത് വിശേഷം? ഏട്ടത്തിയുടെ അനിയത്തിക്ക് തന്നെയാണ്. അനിയത്തിക്കോ? നീ എന്തൊക്കെയാ പറയുന്നത് ജലജ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഏട്ടത്തിയുടെ അനിയത്തി ജാനകില്ലേ, അവളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഓ അത് ശരിയാണല്ലേ, മാർച്ച് 16 ഓക്കെ. ഞാൻ ഓരോ ടെൻഷനല്ലേ, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഏതായാലും കേക്ക് മുറിക്കണം, ഒരു കേക്ക് മുറിക്കുക എന്ന് പറയണം. പിന്നെ ഏട്ടത്തി കേക്ക് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരതിനിവിടെ ഇല്ലല്ലോ, അവർ പുറത്തു പോയിരിക്കുകയാണെന്നും പറയാണ്. പുറത്തു പോയോ? അതെ, ഞാൻ നിൽക്കുമ്പോൾ അവൻ എൻ്റെ മുന്നിൽ കൂടി പുറത്തോട്ട് പോകുമായിരുന്നു. ഭയങ്കര ഗമയായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അതുകൊണ്ട് പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ. ഇപ്പം എന്തൊരു ഗമയാണെന്നറിയാവോ, ആരുടെ ഒരു അക്ഷരം പോലും മിണ്ടാതെയാണ് പോകുന്നത്. മകൻ MD ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ നിലത്തൊന്നും അല്ല എന്നിങ്ങനെ കുശുമ്പും കുന്നായ്മയും ഈ ജലജ ദേവയാനിയോട് പറയാണ്. അപ്പം തന്നെ ദേവയാനിക്ക് കാര്യം മനസ്സിലായി, ഇവൾക്ക് മുഴുത്ത കുശുമ്പാണെന്ന്. ദേവയാനി അതൊന്നും കാര്യമാക്കാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോഴേക്കും ഈ ജലജ വീണ്ടും പറയാണ്, ഏട്ടത്തി ഇവിടെ ആദർശും നയനയോ ഒന്നുമില്ല, എന്നിട്ട് പോലും ഇവർ വലിയ ആഘോഷത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഇനി ആദർശ് വന്നാലും അവനോട് MD കസേരയിൽ എണീക്കാൻ പറഞ്ഞാലും അവൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിർത്തടി, നീ എന്താ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിളക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ ആദർശ് അവനോട് ഒരിക്കലും ആ MD കസേരയിൽ എണീക്കാനായിട്ട് പറയില്ല. അവനതിൻ്റെ ആവശ്യമില്ല. അനിയാണ് അതിന് യോജിയെങ്കിൽ അവൻ അതിൽ തന്നെ ഇരിക്കും. അതിന് പുറകോട്ടൊന്നും പോകുന്ന പ്രശ്നമല്ല. ആദർശ് അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ആളല്ല. അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നാണമില്ലല്ലോ നിനക്ക്? കുടുംബം കലക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിയൊടിനുള്ളിൽ ഇങ്ങോട്ട് പോരും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ജലജ അവിടെ ചമ്മി നാലൊരവസ്ഥയിലായി പോവാണ്. അങ്ങനെ പിന്നീട് ഹോട്ടലിൽ കയറിയിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് 3 പേരും കൂടി. അപ്പോഴും അനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ അനിയുടെ അച്ഛൻ അജയും പറയുകയാണ്, കണ്ടില്ലേ നമ്മളെല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് പോലും നമ്മുടെ മകൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവന് ടെൻഷനാണ്, അവൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോഴേക്കും ജാനകി, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ, അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി എന്ത് വന്നാലും എന്താ, അവനെന്താ പ്രശ്നം? അവന് നമ്മൾ രണ്ടുപേരെ ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരോടും ഭയങ്കര പുന്നാരും കിന്നാരം പറച്ചിലും ഒക്കെയാണ്. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ജാനകി, നീ ഇപ്പം ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് ജാനകി എന്നൊക്കെ പറയണം. ഓ പിന്നെ കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചില്ല, ഒരു കേക്ക് മുറിച്ചെങ്കിൽ എന്താ കുഴപ്പം?
ദേ മിണ്ടാതിരുന്നോട്ടോ അവിടെ. ദേടാനി മുത്തശ്ശൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പം മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ഒരു കേക്ക് മുറിക്കണം, എന്തായാലും മുറിക്കണം മോനെ. അതെ അച്ഛാ മുറിക്കണമെന്നും പറയണം. ആഹാ അത് ശരി, അപ്പം അച്ഛൻ്റെ കേക്ക് മുറിക്കാം. അപ്പം നമുക്കൊരു കേക്ക് മുറിച്ചാൽ എന്താ കുഴപ്പം ജാനകി? ദേ കുറേ നേരവും ഞാൻ പറയുന്നത്, നിനക്ക് ഡയമണ്ട് നെക്ലസ് മേടിച്ച് ഇവൻ തന്നത് എന്താന്ന് പോലും ഞാൻ ആലോചിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇപ്പോൾ അവളിവിടെ നിന്ന് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദു ഈ ബീച്ചിൽ ഇങ്ങനെ കാത്തു നിന്ന് മടുത്തു. അങ്ങനെ നന്ദു നേരെ അനിയെ വിളിക്കാം. അപ്പം അനിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനി നോക്കി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ കോളാ. അപ്പോൾ അജയൻ പറയണം, എടാ നിനക്ക് കുറേ നേരമല്ലോ കോള് വരുന്നത്, നീ എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യക്കാരിയായിരിക്കും. അത് പിന്നെ കസ്റ്റമറാണ് അച്ഛാ, ഇന്നിപ്പോൾ ഓഫീസ് ടൈം അല്ലല്ലോ, അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുക്കടാ, എന്താണെന്ന് വെച്ചാൽ പറയുമല്ലോ. വേണ്ട അച്ഛാ ഒന്നും കുഴപ്പമില്ലെന്നേ, നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം എന്നൊക്കെ പറയണം. അപ്പം അങ്ങനെ നന്ദു ഇങ്ങനെ മനസ്സ് ചിന്തിക്കണം, അവൻ എന്നോട് പകരം വീട്ടാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് മനസ്സിലായി, അത് ഞാൻ ചെയ്തതിന് അവൻ തിരിച്ച് എന്നോട് പകരം വീട്ടുകയാണ്. ഫോണ് പോലും എടുക്കുന്നില്ലല്ലോ അവൻ എന്നിങ്ങനെ നന്ദു ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.